നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട നഗരസഭയിലെ വാർഷിക പദ്ധതിക്ക് സ്പില്ലോവർ പദ്ധതികൾ ഭേദഗതി ചെയ്ത പുതിയ പദ്ധതികൾ ഉൾപ്പെടുത്തി മുനിസിപ്പൽ കൗൺസിൽ യോഗം അംഗീകാരം നൽകി. പദ്ധതി രേഖയിൽ ചില പദ്ധതികൾ വിട്ടുപോയതിനെയും CFC പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന പദ്ധതികൾ എല്ലാ വാർഡിലേക്കും അനുവദിക്കാതിരുന്നതിനെയും BJP പാർലമെന്ററി പാർട്ടി ലീഡർ TK ഷാജു വിമർശിച്ചു. എന്നാൽ വിട്ടുപോയ പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചാൽ കൂട്ടിച്ചേർക്കുമെന്നും അടിയന്തരമായി നടപ്പാക്കേണ്ട പദ്ധതികളാണ് പുതിയ പദ്ധതിയായി ചേർത്തിട്ടുള്ളതെന്നും മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ വിശദീകരിച്ചു. 2025-2026 സാമ്പത്തിക വർഷത്തെ അവസാന ഗഡു ഇതുവരെയും സംസ്ഥാന സർക്കാർ അനുവദിക്കാത്ത സാഹചര്യത്തിൽ അടിയന്തരമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കൗൺസിൽ യോഗം ഐക്യകണ്ഠേന പ്രമേയം പാസാക്കണമെന്ന് LDF പാർലമെന്ററി പാർട്ടി ലീഡർ PV ശിവകുമാർ ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ MP ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിക്കുന്ന സേവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന് 1,25,00,000 രൂപയുടെ എസ്റ്റിമേറ്റിന് മുനിസിപ്പൽ കൗൺസിൽ യോഗം അംഗീകാരം നൽകി. യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിച്ചു. ചെയ്യേണ്ട കാര്യങ്ങൾ തരംതിരിച്ച് വേണം. ഇത് CFC ഫണ്ടിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ പുതിയതായിട്ട് വളരെ സിമ്പിളായിട്ട് രാമകുളം റോഡ് നമ്മളെ പറയില്ല, കാരണം അത് വളരെ മോശമാണ്, എടുക്കേണ്ട കാര്യമാണ് നമുക്ക് വളരെ ശ്രദ്ധ. പക്ഷെ CFC ഫണ്ട് വരുമ്പോ റോഡ് എങ്ങനെ പണിയാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവില്ല. അതിന്റെ ഭാഗമായിട്ട് ഏകദേശം നമുക്കൊരു 7 കോടി രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജനറൽ ഫണ്ട് 6 കോടി, SC വിഭാഗത്തിൽ 56 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ അഭ്യർത്ഥിയാണത് ഇത് ആദ്യമായിട്ട് ഈ അവസാനത്തൊരു പൈസ തരാത്തത് പുനഃസ്ഥാപിക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റിനോട് നമ്മൾ ഏകാന്തമായിട്ട് ആവശ്യപ്പെടുന്ന അഭ്യർത്ഥിയാണത് ചെയർമാൻ്റെത്. കാരണം ചെയർമാൻ നമ്മുടെ നഗരസഭയുടെ മാത്രമല്ല, മുഴുവൻ നഗരസഭയുടെ ഒരു ചെയർമാൻ കൂടി എന്നുള്ള രീതിയിൽ ചെയർമാനാണ്. കാരണം ഇങ്ങനെ വരുമ്പോൾ പല തദ്ദേശ സ്ഥാപനങ്ങളും വലിയ പ്രൊജക്ടുകൾ പാസ്സാക്കി വെച്ച പ്രൊജക്ടുകൾ നടപ്പിലാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ട് വരും. കാരണം 9 കോടി രൂപ നഷ്ടപ്പെടാൻ പറ്റി കഴിഞ്ഞാൽ ചെറിയ സംഖ്യയല്ല. പക്ഷേ അത് പുനഃസ്ഥാപിക്കുന്ന ആവശ്യമുള്ള പ്രമേയം ഇവിടെ ഏകണ്ഠമായിട്ട് പ്രമേയം സംസ്ഥാന സർക്കാരിന് പാസ്സാക്കി അയച്ചുകൊണ്ടിരിക്കുക അഭ്യർത്ഥിയാണത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ പറഞ്ഞ പ്രൊജക്ടുകളില് ഈ ടൈഡ് ഫണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ടൈഡ് ഫണ്ട് നമുക്കന്ന് പ്രൊജക്ടുകൾ പാസ്സാക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ടൈഡ് ഫണ്ട് പല സ്ഥലങ്ങളിൽ കാന നിർമ്മാണം ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ നടത്താറുണ്ട്. അപ്പൊ അതുകൊണ്ട് പല വാർഡുകളിലും ഇതിനെ കുറിച്ച് അംഗീകരിച്ചിട്ടുള്ള പ്ലാൻ അടക്കം ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും നമുക്ക് ആദ്യത്തെ DPC സമർപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സ്പിൽ ഓവറിൽ കുറവെന്ന തുകയും ഈ വർഷത്തെ പ്ലാൻ ഫണ്ടിൽ കഴിഞ്ഞ തവണ എടുത്ത 3ാമത്തെ കഴിവ് പ്ലാൻ ഫണ്ട് കിട്ടാതെ വന്നതിന് വന്ന കുറവും ഇത് രണ്ടും കൂടി പരിഗണിച്ച് ഈ കൊല്ലത്തെ പ്ലാൻ ഫണ്ടിന്റെ 1ാം ഘട്ടം കിട്ടുമ്പോൾ സുരേഖ സോഫ്റ്റ്വെയറിൽ നമുക്ക് അനുവദിച്ചിട്ടുള്ള പണത്തിന് മാത്രം നമുക്ക് DPC അംഗീകാരത്തിന് വേണ്ടി പദ്ധതികൾ സമർപ്പിക്കാൻ സാധിക്കുള്ളൂ. അടുത്തതായിട്ട് നമ്മുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരമുള്ള പണം ഇതുവരെ വന്നിട്ടില്ല. അത് മിക്കതും ഓണത്തിന് ശേഷം വരുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന അറിവ്. അപ്പോൾ ഓണത്തിന് ശേഷം അത് ലഭ്യമാകുമ്പോൾ കൂടിയിട്ടാണ് നമുക്കൊരു 18 കോടി 7 കോടി നമുക്ക് പദ്ധതികൾ വെക്കാനായിട്ട് 9 കോടി ടൈഡ് ഫണ്ടിലും 9 കോടി അൺടൈഡ് ഫണ്ടിലും ഉൾപ്പെടുത്താനായിട്ട് പറ്റും. അതിൽ ബേസിക്കും റോഡും നോൺ റോഡും ഒക്കെ അതിൽ ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ അത് കേരളം വെച്ച് നമ്മൾ ലിസ്റ്റ് അംഗീകരിച്ച് കഴിഞ്ഞാൽ ലിസ്റ്റിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും CFCയുടെ ഫണ്ട് കൂടി നമുക്ക് ചെലവഴിക്കാനായിട്ട് നോംസ് വരില്ല, മാനദണ്ഡം വന്നിട്ടില്ല. ആ മാനദണ്ഡം അതിന്റെ ടോട്ടൽ നോംസാണ് വന്നിട്ടുണ്ട്. ഇത്ര ശതമാനം റോഡിൽ ഉപയോഗിക്കാം, അതിന് എത്ര ശതമാനം ഉപയോഗിക്കാം. മറ്റേത് ടൈഡ് ഫണ്ടിന് ജലവിതരണത്തിനും നമ്മുടെ മാലിന്യ സംസ്കരണത്തിനും കാനകളുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ പദ്ധതി നമുക്ക് അനൗൺസ് ചെയ്യാം. പേര് വേണ്ടത് ടൈഡ് ഫണ്ട് നമ്മൾ ആലോചിക്കുന്നത് ഒരു 6 കോടി രൂപ നമുക്ക് കാന നിർമ്മാണത്തിന് ഉപയോഗിക്കാനാണ്. അത് ഏത് മേഖല വേണം, എല്ലാ മേഖലയും കുറേശ്ശെ ഇവിടെ കാണാൻ അവിടെ കാനൽ ചെയ്തൊരു കാര്യമില്ല. കാനയ്ക്കൊരു കണ്ടിന്യൂവേഷനും ഫ്ലോയും കിട്ടും. അത് ഏത് ഭാഗത്ത് ചെയ്യണമെന്ന് തീരുമാനിച്ച് നമുക്ക് ഇരിങ്ങാലക്കുട കോടതി സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മാറ്റിവെച്ചു.
സംസ്ഥാനത്തെ പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ സന്ദർശനം മാറ്റിവെച്ച സാഹചര്യത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് മാറ്റിവെക്കുന്നതെന്ന് സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പുതുക്കിയ തീയതി ലഭ്യമാകുന്നതിനനുസരിച്ചായിരിക്കും ഉദ്ഘാടന ചടങ്ങുകൾ സംഘടിപ്പിക്കുക. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ആണ് ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് ഏറ്റുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷത വഹിക്കുന്നു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഈ സമ്മേളനത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നു. പിന്നെ ഹൈക്കോടതിയിലെ ജഡ്ജിമാർ, മറ്റ് ജഡ്ജിമാർ, അഭിഭാഷക സംഘടന പ്രധാനപ്പെട്ട ആളുകൾ, മന്ത്രിമാർ, ജനപ്രതിനിധികളൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് നമ്മൾ എല്ലാം ക്രമീകരിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഒരു അസൗകര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വളരെ വേഗത്തിൽ ഞങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, കേരളത്തിൽ കലാമിറ്റീസൊക്കെ ഉണ്ടാകുന്നു, പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ഇതുപോലുള്ള ചടങ്ങുകൾ അല്പം മാറ്റിവെക്കണമെന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് മാറ്റിവെച്ചിട്ടുള്ളത്. ഇരിങ്ങാലക്കുട കോടതിയിൽ മാത്രമല്ല, ചാലക്കുടിയിൽ നമ്മുടെ ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള ഒരു ചടങ്ങുകൾ, അവിടെ കലാപരിപാടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അതിലും ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് പങ്കെടുക്കേണ്ടതായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ ഇങ്ങനെ ഒരു പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലുള്ളതുകൊണ്ടാണ് മാറ്റിവെച്ചത്. ഇരിങ്ങാലക്കുട കിഴുത്താണിയിൽ ആരംഭിക്കുന്ന എയ്മർ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ഓഗസ്റ്റ് 8 ശനിയാഴ്ച സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ നാടിന് സമർപ്പിക്കുമെന്ന് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അബിദ് അക്ബർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA, പത്മശ്രീ കുട്ടൻ മാരാർ, മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. ആദ്യഘട്ടത്തിൽ 70 IP റൂമുകൾ, അലോപ്പതി, ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, സൂപ്പർ സ്പെഷ്യാലിറ്റി, OP, ഡെന്റൽ കെയർ, വിദേശികൾക്കായി പ്രത്യേക ബ്ലോക്ക്, പോസ്റ്റ്നേറ്റൽ കെയർ, ജെറിയാട്രിക് കെയർ, കെയർ ഹോം, റീഹാബിലിറ്റേഷൻ ഹോസ്പിറ്റൽ എന്നിവയ്ക്കൊപ്പം മിനി മാർട്ട്, മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ്, ലൈബ്രറി, ജിംനേഷ്യം, പ്ലേ സ്കൂൾ എന്നിവയും ആദ്യഘട്ടത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഹസ്ന അബിദ്, അഡ്മിനിസ്ട്രേറ്റർ ശ്യാമിനി VM, അശ്വതി KM, ശരണ്യ KS, ജിതിൻ ജയപ്രകാശ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് മറ്റ് ജില്ലകളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾക്ക് മറ്റ് ജില്ലകളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളിവിടെ ഒരു എയ്മർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നുള്ളൊരു ഹെൽത്ത് ഹബ്ബ് എന്നുള്ളൊരു കോൺസെപ്റ്റിന് നമ്മളിവിടെ തിരിതെളിയിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പത്രസമ്മേളനം. നമ്മൾ നാളെ നമ്മുടെ എയ്മർ ഹോസ്പിറ്റലിൻ്റെ 3 ഘട്ടങ്ങളിൽ ആദ്യത്തെ ഘട്ടത്തിൻ്റെ പ്രവർത്തനോദ്ഘാടനം ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സാർ നിർവഹിക്കുകയാണ് 2 മണിക്ക്. അതിനോടനുബന്ധിച്ച് ഒരുപാട് പേര് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യാതിഥിയായിട്ട് പെരുവനം കുട്ടന്മാരാർ, അതുപോലെ തന്നെ ബീന ആൻ്റണി, അതുപോലെ നമ്മുടെ MLA അധ്യക്ഷത വഹിക്കാനുള്ള ചടങ്ങിൽ ഒരുപാട് പേര്, നമ്മുടെ വിദേശികളായിട്ടുള്ള ആൾക്കാർ വരെ നമ്മുടെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മളെ ഇരിഞ്ഞാലക്കുടനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ മാറി കിഴുത്താണി എന്നുള്ള സമാധാനമായിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മുടെ ആശുപത്രി വരുന്നത്. നമ്മുടെ ആശുപത്രിയിൽ റോബോട്ടിക് സർജറി മുതൽ ബാർബർ ഷോപ്പ് വരെ, സലൂൺ വരെ നമ്മളതിൻ്റെ ഉള്ളിൽ ഈ ക്യാമ്പസിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഫേസിൽ നമുക്ക് അലോപ്പതി, ഗൈനക്ക്, പീഡിയാട്രിക്സും ജെറിയാട്രിക്സും, ഓൺകോള് സൗകര്യങ്ങളും, ആയുർവേദം, റിഹാബിലിറ്റേഷൻ ഏറ്റവും നൂതനമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഹോസ്പിറ്റലും 70 റൂമുകളാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ നമ്മൾ ഉദ്ഘാടനം നാളെ മന്ത്രി നിർവഹിക്കാൻ പോകുന്നത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.